ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ഇതിൻ്റെ തമ്പലൈനിൽ കണ്ടുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പെപ്പർ ചിക്കനാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അധികം മസാലകളോ പൊടികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ പെപ്പറാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് തന്നെ കാണണം. എന്നാൽ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിത് എടുത്തിരിക്കുന്നത് 200 ഗ്രാം ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് 200 ഗ്രാം എടുത്തത്. അപ്പോൾ 200 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചത്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു വലിയ ഉള്ളിയാണ്. ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതാണിത്. നിങ്ങൾ ചിക്കൻ കൂടുതലാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ളിയുടെ എണ്ണവും കൂട്ടണം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതാണ്. അടുത്തതായിട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തത്. ഇനി ഇത് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ച ശേഷം അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് 2 ഗ്രാമ്പുമാണ് ഇടുന്നത്. രണ്ട് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ കൂട്ടണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക. ഞാനിപ്പോൾ കുറച്ചുണ്ടാക്കുന്നുണ്ടാകുന്ന വളരെ കുറച്ച് ചേർക്കുന്നത്. ഒരു കഷ്ണം പട്ടയും കൂടി ചേർത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക്, പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് കൂടുതൽ വേണ്ടത് ഉള്ളിയാണ്. ഞാൻ പക്ഷേ 200 ഗ്രാം ചിക്കൻ ആയതുകൊണ്ട് മാത്രമാണ് കുറച്ച് ഉള്ളി എടുത്തത്. ഉള്ളിയാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ വേണ്ടത്. വേറെ നമ്മൾ ഒന്നും ഇടുന്നില്ല. ആ ഉള്ളിയും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റണം. നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി നന്നായിട്ട് അതുപോലെ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ തന്നെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഉള്ളി കുറച്ച് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലവണ്ണം തന്നെ ഇതുപോലെ വഴണ്ട് വന്ന ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് എരിവുള്ള മുളക് പൊടി ചേർത്തത്. അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കുറച്ച് ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ കുറച്ചും കൂടി വേണം. ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടത്. പെപ്പർ ചിക്കൻ അല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലും പെപ്പറാണ് വേണ്ടത്. ഈ കുരുമുളക് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച കുരുമുളകാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ. ഇനി ബാക്കി പിന്നീട് ഇടാം. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ചിക്കൻ്റെ അകത്ത് ആ പൊടികളുടെ ഇതൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 1/2 ഗ്ലാസോളം വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം.
അടച്ച് വെച്ച് വേവിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമുക്കപ്പോൾ അടച്ച് വെച്ചു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല, ഒരു അര ഗ്ലാസോളം വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്. വെള്ളം കുറച്ചും കൂടി ഇതിൻ്റെ അകത്ത് വറ്റാനുണ്ട്. നമുക്കിനി ബാക്കിയും കൂടി ഇതിൻ്റെ അകത്ത് നിന്ന് വറ്റിച്ചെടുക്കാം. അടച്ച് വെച്ച് നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏകദേശം വെള്ളം നല്ലവണ്ണം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇതൊക്കെ കണ്ടോ, ഇപ്പം ഏകദേശം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്ക് പീസൊക്കെ വെന്തോന്ന് നമുക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ചെറിയ പീസായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ അകത്ത് വെള്ളം ഇതിൻ്റെ അകത്ത് കാണുന്നില്ല, കുറച്ചും കൂടി വെള്ളം പോകാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലേ, മുഴുവനായിട്ടും വെള്ളം വറ്റിയിട്ടുണ്ട്. പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് നല്ലോണം തന്നെ ഇടുന്നുണ്ട്, കൂടുതലാവാൻ പാടില്ല. കൂടുതൽ കുരുമുളക് പൊടി ആയിക്കഴിഞ്ഞാൽ ഒരു ചെറിയ മതിർക്കും. അതുകൊണ്ട് കൂടുതലിടാൻ പാടില്ല. നമ്മൾ കുറച്ച് നമ്മുടെ ചിക്കൻ്റെ ഒക്കെ അളവിനനുസരിച്ചിട്ടാണ് ഇടേണ്ടത്. നമ്മളപ്പോൾ കുരുമുളക് പൊടി ഇട്ട ശേഷം നന്നായിട്ട് വഴറ്റി പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അതും ഇട്ട ശേഷം ഇത് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിക്കും. അടുത്തതായി നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കുക, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളെപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കേണ്ടതാണ്. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർക്കാം. എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തീ സ്ലോയിൽ വെച്ച ശേഷമായി ഇളക്കാൻ പാടുള്ളൂ. അത് മീഡിയം ഫ്ലെയിമിലുമല്ല, സ്ലോയിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിച്ച ശേഷം നമുക്കിത് വാങ്ങാവുന്നതാണ്. ഈ പെപ്പർ ചിക്കൻ അങ്ങനെ വലിയ പണിയൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് തണുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്ത് എടുത്തിട്ട് വരാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡിയാണ്. നമുക്കിനി ഇതിനെ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. എന്നാൽ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്.